വിവാദങ്ങൾക്കൊടുവിൽ ദേവസ്വം പ്ലീഡർ നിയമനം റദ്ദാക്കിയെങ്കിലും ദുരൂഹത ആരോപിച്ചും സർക്കാരിനോട് ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുകയാണ് പ്രതിപക്ഷം. കെ ബി പ്രദീപ് രാജിവെച്ചെങ്കിലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ നിർണായക രേഖകൾ കിട്ടിയിട്ടുണ്ടാകില്ലേ എന്നാണ് പിണറായി വിജയന്റെ ചോദ്യം. രാജിവെച്ചതുകൊണ്ട് മാത്രം എല്ലാം അവസാനിച്ചില്ലെന്നും കെ ബി പ്രദീപ് സ്ഥാനത്തിരുന്ന സമയം ഏതൊക്കെ കടലാസുകൾ കയ്യിൽ വന്നിട്ടുണ്ടാകുമെന്നത് ഗൗരവമായി അന്വേഷിക്കണമെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഒരു ധൃതി ഇതിൽ കണ്ടിട്ടുണ്ട്. എന്തിനായിരുന്നു ആ ധൃതി? അനാവശ്യ ധൃതി എന്തായിരുന്നു? അതിന് ഇടയാക്കിയത് എന്തായിരുന്നു? രാജിവെച്ചതോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന നിലയ്ക്ക് ഇത് കാണാൻ പറ്റുമോ? ഏതെങ്കിലും കടലാസുകൾ ആ അഡ്വക്കേറ്റിന്റെ കയ്യിലുണ്ടെങ്കിൽ സെർച്ച് ചെയ്തത് കണ്ടെത്തണം. അത് കണ്ടെത്തുകയും അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും വേണം. രാജിവെച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം എല്ലാം അവസാനിക്കുന്നില്ല. ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ടോ ഇല്ലേ? അക്കാര്യത്തിൽ ഉറപ്പുവരുത്താനുള്ള ഫലപ്രദമായ അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട്. ലീഡർ നിയമനങ്ങളിൽ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോണും രംഗത്തെത്തി. ഒസ്യത്ത് കൊടുക്കേണ്ട പരിപാടിയല്ല ഗവൺമെന്റ് ലീഡർ നിയമനമെന്ന് ജിൻഡോ ജോൺ 24നോട് പറഞ്ഞു. ഗവൺമെന്റ് ലീഡർമാരെ വെക്കുന്ന കാര്യത്തിലായാലും ഈ പാർട്ടിയുടെ ഭാഗമായിട്ട് 10 വർഷം അധികാരമില്ലാത്ത കാലത്തും ഞങ്ങൾ കോൺഗ്രസ്സുകാരാണ് എന്ന് ആത്മവിശ്വാസത്തോടെ ആർജവത്തോടെയും പറഞ്ഞ കുറേ വക്കീലന്മാരുണ്ട്. അവരൊക്കെ അവഗണിക്കപ്പെടുമ്പോൾ അവിടെ CPM-കാരോ CPI-കാരോ അല്ലെങ്കിൽ സംഘപരിവാർ ബന്ധങ്ങളുള്ള ആളുകളൊക്കെ വന്നാൽ അതിന് ഒരു തരത്തിലും രാഷ്ട്രീയമായിട്ട് അംഗീകരിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ സീനിയർ വക്കീലന്മാർ പലരും അവരുടെ വലിയ ബന്ധങ്ങളുടെ പുറത്ത് ജൂനിയേഴ്സിന് സമ്മാനം കൊടുക്കുന്നതാണ് ലീഡർ എന്നുള്ളതും കേൾക്കുന്നു. അപ്പോൾ അതൊന്നും ഇത് അങ്ങനെ സമ്മാനം കൊടുക്കാൻ വേണ്ടിയുള്ള ഒസ്യത്ത് കൊടുക്കുന്ന പരിപാടിയൊന്നുമല്ല. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് നമ്മൾ വിമർശിച്ച അതേ കാര്യങ്ങൾ UDF സർക്കാരിന്റെ കാലത്ത് ആവർത്തിക്കപ്പെട്ടാൽ ഞങ്ങൾക്ക് ഉത്തരമില്ലാതെ വേർക്കേണ്ടി വരും. അതിനുള്ള സാഹചര്യം ഉണ്ടായിക്കൂടാ. അപ്പോൾ നിങ്ങൾ അഭിപ്രായം പറഞ്ഞെന്ന് വരും. വിനേഷ് കുമാർ തിരുവനന്തപുരത്തും ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. വിനേഷ്, നിലവിൽ ഈ പ്ലീഡറെ രാജിവെപ്പിച്ചിട്ടുണ്ടെങ്കിലും ആ വിവാദം അവിടെ അവസാനിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത്തരത്തിൽ ദേവസ്വം ബോർഡ് ഒരു സ്പെഷ്യൽ പ്ലീഡർ, ഗവൺമെന്റ് പ്ലീഡറിന് തസ്തികയില്ല, അത് അതിനായി സൃഷ്ടിച്ചതാണ്. അതിന്റെ അർത്ഥം നേരത്തെ തന്നെ കൃത്യമായ ആസൂത്രണം, കൃത്യമായ പ്ലാനിങ് അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തിയൊരു നിയമനം എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് പ്രദീപ് ഈ സ്ഥാനത്തേക്ക് വന്നത് എന്ന് സുപ്രധാനമായ ചോദ്യമാണ്. എനിക്ക് തോന്നുന്നു ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് SIT ഒക്കെ നിശ്ചയിക്കുന്നതിന് മുൻപെയാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ലോയറായി ഈ പ്രദീപ് കുമാർ ഉണ്ടായത്. എങ്കിൽ പോലും ആ കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ കൃത്യമായ രേഖകളും കാര്യങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് പിന്നീട് ഒരു ഗവൺമെന്റ് പ്ലീഡറായി, അതും ദേവസ്വം ബോർഡിൽ പ്ലീഡറായി വരികയും ചെയ്തത്. അപ്പോൾ എന്താണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? പ്രതിപക്ഷം എങ്ങനെയാണ് ഈ വിമർശനത്തിന്റെ അതിന്റെ ശൗര്യം കടുപ്പിക്കുന്നത്? ഒപ്പം തന്നെ സർക്കാരിന് എന്തുണ്ട് പ്രതിരോധം? ഈ ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പ്രതിപക്ഷത്തിന്, അതായത് കഴിഞ്ഞ ഭരണപക്ഷമായിരുന്ന LDFന് കിട്ടിയിരിക്കുന്ന ഒരു വടിയാണ് യഥാർത്ഥത്തിൽ ഭരണപക്ഷത്തെ, അതായത് സതീശൻ സർക്കാരിനെ അടിക്കാനുള്ളൊരു വടിയായിട്ടാണ് ഈ KB പ്രദീപിൻ്റെ നിയമനത്തെ കാണുന്നത്. KB പ്രദീപിനെ എങ്ങനെ നിയമിച്ചു എന്നുള്ളത് സംബന്ധിച്ചുള്ള പിണറായി വിജയൻ പ്രധാനമായും പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നതും അക്കാര്യം തന്നെയാണ്. ഒപ്പം തന്നെ അതേസമയം തന്നെ ഈ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയാവുന്ന ഒരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു തീരുമാനമാണ് മുൻ ദേവസ്വം ബോർഡ് പത്മകുമാറിൻ്റെ പുസ്തകരചനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ഇതെല്ലാം തന്നെ രൂക്ഷമായി തന്നെ വിമർശിക്കും എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഞാനിപ്പോൾ ശബരിമലയിലാണുള്ളത്. അല്പസമയത്തിനകം തന്നെ ശബരിമലയിൽ ഈ SIT സംഘം ശബരിമലയിലെത്തും. SIT പരിശോധന ആരംഭിക്കും. കാരണം ഈ ഹൈക്കോടതിയിൽ അന്തിമ റിപ്പോർട്ട്, ഈ സ്വർണ്ണപ്പാളി കവർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്തിമ റിപ്പോർട്ട് നൽകുന്നതിന് മുമ്പ്, ഹൈക്കോടതിക്ക് നൽകുന്നതിന് മുമ്പാണ് SIT അവസാനവട്ട പരിശോധനയ്ക്ക് വേണ്ടി എത്തുന്നത്. ഈ പരിശോധനയിൽ പ്രധാനമായും ഇതിൻ്റെ ഗ്രാമിൽ ഏതെങ്കിലും തൂക്കത്തിൽ കുറവ് വന്നിട്ടുണ്ടോ എന്ന് പ്രഭാവലയം ഉൾപ്പെടെയുള്ള, അതായത് ഈ കട്ടിലപ്പാളിയും അതുപോലെ തന്നെ അതിലുള്ള പ്രഭാവലയത്തിലും ഏതെങ്കിലും രീതിയിലുള്ള കുറവ് വന്നിട്ടുണ്ടോ എന്നുള്ളൊരു പരിശോധനയായിരിക്കും. എന്തായാലും അതിൻ്റെ സാമ്പിൾ ശേഖരിച്ച് പരിശോധിക്കാനുള്ള ഒരു സാധ്യത കുറവാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയം മുമ്പ് SIT സംഘം ശബരിമലയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും പരിശോധന 4:30 ആരംഭിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രജിൻ അസിത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.